സലീം കുമാർ മലയാള സിനിമയിലെ ഏറ്റവും കഴിവുള്ള നടന്മാരിൽ ഒരാൾ. കോമഡി കഥാപാത്രങ്ങളിലൂടെ ഓരോ സിനിമാ പ്രേമികളുടെയും ഉള്ളു കവർന്ന പ്രതിഭ. അദ്ദേഹം തന്റെ വാക്ചാതുര്യവും അഭിനയ പ്രകടനങ്ങളും സംസാര ശൈലിയും കൊണ്ട് നിരവധി ഹാസ്യ കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷക മനസ്സുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ സലീം കുമാർ ഒരു കോമഡി നടൻ മാത്രമായിരുന്നില്ല. ഗൗരവമുള്ള കഥാപാത്രങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന നടനാണ് അദ്ദേഹമെന്ന് തെളിയിച്ചു തന്ന ചിത്രമാണ് ആദാമിൻ്റെ മകൻ അബു. 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ വലിയൊരു നേട്ടം തന്നെയായിരുന്നു. 1996 സിനിമയുടെ മായാലോകത്തേക്ക് എത്തിച്ചേർന്ന സലീം കുമാർ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രത്തിലൂടെ തൻ്റെ അഭിനയശേഷി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിൻ്റെ 2ാമത്തെ മികച്ച നടനുള്ള പുരസ്കാരവും നേടിയിട്ടുണ്ട്. സിനിമയ്ക്ക് പുറത്ത് അദ്ദേഹം തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. സാമൂഹിക വിഷയങ്ങളിലും സിനിമാ വിഷയങ്ങളിലും തൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചിലപ്പോൾ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് കോമഡിയും ഗൗരവ അഭിനയവും ഒരേപോലെ സമ്മാനിച്ചുകൊണ്ട് ഹാസ്യം കൊണ്ട് സ്നേഹം കീഴടക്കിയ മരണമില്ലാത്ത പൊട്ടിച്ചിരികൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം യാത്രയായി.